ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങൾ ഇത്തവണ ഉത്രാടത്തിന് അച്ഛൻ്റെ കൂടെ ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ വന്നു. നല്ല സദ്യയാണ്. എല്ലാ കറികളും, ഓൾമോസ്റ്റ് എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ. 2 പേർക്കുള്ള സദ്യ ഓർഡർ ചെയ്തു. ബട്ട് അത് ഒരുപാടുണ്ടായിരുന്നു. സോ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് അത് ഷെയർ ചെയ്തു. എന്നിട്ടും ബാക്കി വന്നായിരുന്നു. ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാർ ഉണ്ടായിരുന്നു, പുളിശ്ശേരി, പിന്നെ മോര്, പരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അച്ഛന് സ്ഥിരം കൊടുക്കാറുള്ള ഓണക്കോടിയൊക്കെ ഞാൻ സമ്മാനിച്ചു. ഞങ്ങൾ ഇത്തവണയും പർച്ചേസ് പോത്തീസ് തന്നെയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഗ്രാമഭംഗിയുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരുവാണ്. ഇവിടെ ആറൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. നല്ല ഭംഗിയുള്ള പ്ലേസാണ്. ഒരു 6 മണിയായപ്പോഴേക്കും പുള്ളിക്കാരൻ അത്തപ്പൂക്കളത്തിനുള്ള പൂവൊക്കെ മേടിച്ചിട്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ അത്തപ്പൂക്കളം ഇട്ട് തുടങ്ങി. ഇവരെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അച്ഛനും മോനും കൂടെ കൂടി. ഇത്തവണ ഗണപതിയുടെ തീമാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൂക്കൾ മേടിച്ചത് കൂടിപ്പോയതുകൊണ്ട് ഞങ്ങൾ അത്തം വലുതാക്കി. ഇവിടെയൊക്കെ പൂവ് നല്ല ലാഭത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. 200 രൂപയ്ക്ക് നല്ല ഒത്തിരി പൂക്കൾ കിട്ടിയായിരുന്നു. എന്തൊരു വലിയ അത്തമാണ് ഇട്ടേക്കുന്നത് കണ്ടോ ഗൈസ്. ഹനുമാൻ സ്വാമിയാണ് തീമായിട്ട് വരുന്നത്. എൻ്റെ അത്തം കണ്ടോ ഗൈസ്. ഇതുപോലെ എൻ്റെ മോനും ഇതിന് അടുത്തായിട്ടൊരു അത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ, കുഞ്ഞത്തം. പായസമൊക്കെ കിച്ചണിൽ റെഡി ആവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓണസദ്യയൊക്കെ
കഴിച്ച് ഓണം അടിച്ച് പൊളിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ സിമ്പിൾ ഓണം സെലിബ്രേഷൻ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.